ലോകമൊട്ടുക്കും അവിടത്തോടുള്ള മഹബത്ത് കരസ്ഥമാക്കാനും ആ റബീന്റെ പൊന്നമ്പിളി ആകാശ ഗംഗയിൽ തെളിഞ്ഞതോടുകൂടി യാ നബി സലാം അലൈക്കും താലായി ബദറു അലൈന എന്നുള്ള ഈരടികൾ പാടി സലാത്തിന്റെയും സലാമിന്റെയും ആവേശോജ്വലമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഹബീബായ നബി തങ്ങളെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിനെ വരവേറ്റു. ഇന്ന് ആ റബീഉൽ അവ്വൽ 1 കേരളത്തിലെ എല്ലാ മദ്രസകളിലും ഇന്ന് ഇതുപോലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും പ്രവർത്തകന്മാരും ഒരുമിച്ചുകൂടി മുസ്ലിം ജമാഅത്തിന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും SSFന്റെയും SPSന്റെയും വിദ്യാർത്ഥികളും പ്രവർത്തകന്മാരും ഒരുമിച്ചുകൂടി സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ഷിആറായ അടയാളമായ ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തുകയാണ്. നമ്മുടെ നാടായ നരാല അൽഹംദുലില്ലാഹ് എല്ലാ വർഷവും നടക്കുന്നത് പോലെ നബിദിനം അതിഗംഭീരമായി നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നബിദിനത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് നബിദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉസ്താദുമാരും നാട്ടുകാരും രക്ഷിതാക്കളും പ്രവർത്തകന്മാരും വിദ്യാർത്ഥികളും ഒന്നിച്ചൊന്നായി അണിനിരന്നുകൊണ്ട് സമസ്തയുടെ ഹരിത ധവള കുങ്കുമ ത്രിവർണ്ണ ദൗലാംഗിക പതാക വാനിലേക്ക് ഉയർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു പരിപാടിയുടെയും തുടക്കം പതാക ഉയർത്തുന്നതോടുകൂടിയാണ്. നമ്മുടെ മഹത്തായ ഈ നാട്ടിലെ നരാലയിലെ നബിദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഐതിഹാസികമായ പതാക ഉയർത്തൽ കർമ്മം നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതോടുകൂടി നമ്മുടെ നാട്ടിലെ നബിദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയായി. എല്ലാവരും സലാത്തും സലാമും ചൊല്ലി തക്ബീർ ചൊല്ലി പതാക ഉയർത്തുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സലാത്തുകൾ മനസ്സിൽ കരുതി ആ മഹത്തായ ഉദ്യമത്തിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഹബീബായ നബി തങ്ങളുടെ ജന്മദിനം എല്ലാ വർഷത്തേക്കാളും ഉപരി അതിവിപുലമായി സന്തോഷത്തോടെ ലോകമൊട്ടുക്കും കൊണ്ടാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കുകയും ആ നബി തങ്ങളോടുള്ള ആദരവ് സൂചകമായി നബി തങ്ങളുടെ മദ്ഹുകൾ പാടാൻ അറിയുന്നവർ പാടുകയും പറയാൻ കഴിയുന്നവർ പറയുകയും അതുപോലെ വായിക്കാനും എഴുതാനും കഴിയുന്നവർ അതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് എനിക്ക് എഴുതാൻ മാത്രമേ കഴിയുകയുള്ളൂ, ഞാൻ എഴുത്തിലൂടെ നബിയോടുള്ള സ്നേഹം കരസ്ഥമാക്കട്ടെ. പാടാൻ കഴിയുന്നവർ പാടുക, എഴുതാൻ കഴിയുന്നവരെ എഴുതുക, പ്രസംഗിക്കാൻ കഴിയുന്നവരെ പ്രസംഗിക്കുക, കഥ പറയാൻ കഴിവുള്ളവർ കഥ പറയുക, ആരും വിട്ടുനിൽക്കരുത്. നബി തങ്ങളോടുള്ള മഹബത്ത് ഏതെല്ലാം രൂപത്തിലൊക്കെ കരസ്ഥമാക്കാൻ കഴിയുമോ അതൊക്കെയും നാം പ്രകടിപ്പിക്കേണ്ട മഹത്തായ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷം സുബ്ഹിന്റെ മുമ്പ് എല്ലാ വർഷവും നടത്തുന്നത് പോലെ പള്ളിയിൽ വെച്ച് നമ്മുടെ മൗലൂദ് നടക്കുകയാണ്. ശേഷം ശനിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാത്രി പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടിയും റസൂൽ പ്രഭാഷണവും നഗരിയിൽ നടക്കുന്നു. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് നമ്മുടെ ഐതിഹാസികമായ ഘോഷയാത്ര നടക്കുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ദഫും കുട്ടികളുടെ പരിപാടികളുമൊക്കെ നടക്കുന്നു. അതിലൊക്കെയും നാം പങ്കെടുക്കുകയും നമ്മോട് സഹകരിച്ച, നമ്മോട് സ്നേഹിച്ച, നമ്മോട് സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥന നടത്തുകയും
റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് അവർക്ക് നമുക്കൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ അള്ളാഹുവിനോട് നമുക്ക് ഒന്നിച്ചൊന്നായി ദുആ ചെയ്യുകയും വേണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നല്ല നിയ്യത്തോടുകൂടി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ.